ഇന്ന് നമുക്ക് യമി യമി ടേസ്റ്റി ഡിലീഷ്യസ് ഈസി ലഡ്ഡു ഉണ്ടാക്കി നോക്കിയാലോ. ഞാനും ഒരു ലഡ്ഡു ഫാനാട്ടോ. കളറൊന്നും ചേർക്കാതെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേലും നല്ല ടേസ്റ്റിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. കടലപ്പൊടി വേണം, ഷുഗർ വേണം, കറുത്ത മുന്തിരി ഓപ്ഷണലാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുണ്ടെങ്കിൽ. പിന്നെ ഏലക്കായ 4 എണ്ണം പൊടിക്കാൻ, പിന്നെ കർപ്പൂരം ഒരു സ്മെല്ലിന് ഒരു പിഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ സോഡാ പൗഡറും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഓരോ നുള്ളു വീതം വേണം. പിന്നെ ആവശ്യത്തിന് വെള്ളവും. കടലപ്പൊടി 1.5 കപ്പാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് കൂടെ ആഡ് ചെയ്യുവാണ്. അതിനുള്ളിൽ കട്ട പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. 1/4 സ്പൂൺ സോഡാ പൗഡർ ചേർക്കുകയാണ്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 അവർ വെച്ചിട്ട് ചെയ്താലും മതി. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ടെർമറിക്കും ചേർക്കുന്നുണ്ട്. അത്ര ആവശ്യമുള്ളൂ കേട്ടോ. കുറഞ്ഞു പോയെങ്കിൽ പിന്നീട് നമ്മൾ അതിൻ്റെ പാനി ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ഒരു പിഞ്ചോ അല്ലെങ്കിൽ ഒരു പൊടിക്കോ ചേർക്കാം. കളർ കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള കളർ ആയിട്ടുണ്ടാവും. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചേർത്താൽ മതി. പതിയെ മിക്സ് ചെയ്ത് നോക്കണം. നമുക്ക് ശരിക്കും വേണ്ടത് അതിനുള്ളിൽ ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് എടുത്ത് കളയാൻ വേണം. കറക്റ്റായിട്ട് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ ഇതേപോലെ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. പതിയെ മിക്സ് ചെയ്ത് തന്നെ ചെയ്യണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെക്കണേ. ബൂന്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്, അതിൻ്റെ ഫ്ലേവർ മാറിപ്പോകും കേട്ടോ. നമ്മൾ എണ്ണ നല്ല പാകമായിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലുള്ളൊരു കയ്യിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് കൊട്ടി എടുക്കണം. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുമ്പോൾ അത് ചിലപ്പോൾ വേവാനായിട്ട് സമയമെടുക്കും. പെട്ടെന്ന് തന്നെ ചെയ്യണം. സമയം എടുത്തു കഴിഞ്ഞാൽ ഈ ബൂന്തിയുടെ ഓരോന്നിൻ്റെയും വേവ് ചിലപ്പോൾ വ്യത്യാസമായിട്ട് പോകും കേട്ടോ. ധൃതി പിടിച്ച് കൈയൊന്നും പൊള്ളിക്കണ്ട. ഇനി ഇത് മിക്സ് ചെയ്ത് ഒന്നായിട്ടുണ്ട്. അപ്പോൾ തന്നെ കോരി എടുക്കുക. ഇത് മുരിയാനായിട്ട് നിൽക്കരുത്. ഒന്ന് വെന്തൂന്ന് കാണുമ്പോൾ തന്നെ കോരി എടുക്കണം. മുരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് പോകും. പിന്നെ ഇത് കോരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ കോരുമ്പോഴേക്കും അതിൻ്റെ സമയം പോയി അത് കിടന്ന് വെന്ത് പോവരുത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ടിട്ട് കോരി എടുത്താലും മതി കേട്ടോ. മീൻവൈൽ ഞാൻ ബാക്കിയുള്ളതൂടെ കോരിയെടുത്ത് സെറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ബൂന്തിയും കൂടെ വറുത്ത് കോരി കഴിഞ്ഞു. ഞാനിതൊന്ന് തണുക്കാൻ വെക്കുവാണ് കേട്ടോ. ഞാൻ അതിലേക്ക് വേണ്ട പാനി തയ്യാറാക്കി എടുക്കുവാണ്. 1.5 കപ്പിന് 1/4 കപ്പ് ഷുഗർ വരെ പോവാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ഷുഗർ എടുക്കുന്നുള്ളൂ. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഏലക്കായുടെ കൂടെ പൊടിക്കാനായിട്ട്. 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുവാണ്. അതൊന്ന് നല്ലോണം തിളച്ച് ഈ ഒരു പരിവാവണ വരെ, തിക്കാവരുത്, സ്റ്റിക്കി ആവണ്ട, ഈ ഒരു പരിവാവണ വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുവാണ് കേട്ടോ. ബ്ലാക്ക് റൈസ് ഞാൻ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് 1/4 സ്പൂൺ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ ഇത് ലഡുവിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നെയ്യില്ലാതെ ആ മുന്തിരി മാത്രം മാറ്റിയാൽ മതി. ഓഫ് ചെയ്യുന്ന സമയത്ത് 1 പിഞ്ച് കൽക്കണ്ടം അല്ലെങ്കിൽ 1 പിഞ്ച് ഷുഗർ ഇട്ടിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ലഡു ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല രസമായിരിക്കും. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നമുക്ക് ബൂന്തി ഒന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഓയിലിൻ്റെ അംശം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ബൂന്തി ക്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കോട്ടൺ തുണിയോ ടിഷ്യോ യൂസ് ചെയ്ത് അതിൻ്റെ ഓയിലൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് 3 സെക്ഷനായിട്ടാണ് പൊടിച്ചെടുത്തത്. ഒന്നിച്ചിട്ട് പൊടിക്കരുത്. അതുപോലെ ഒന്ന് ഓൺ ചെയ്ത് അപ്പം തന്നെ ഓഫ് ചെയ്യണം. ഒരുപാട് പൊടിയണ്ട കേട്ടോ. പാനിയിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഷുവറില്ല, മെഷർമെൻറ്റ് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ പാനി അല്പമായിട്ട് ഈ ബൂന്തിയിലേക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ. ഞാനിതിപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുവാണ്. ബ്ലാക്ക് റൈസിൻസ് ആഡ് ചെയ്യുക. പകുതി ആഡ് ചെയ്തോളൂ. പകുതി നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏലക്കായയും കർപ്പൂരവും ഷുഗറും കൂടെ പൊടിച്ചത് ഞാൻ ആഡ് ചെയ്യുവാണ്. ഇത് ലാസ്റ്റ് ചേർത്തത് വെള്ളം അംശം കൂടിയിട്ടുണ്ടെങ്കിൽ, ഓയിലിൻ്റെയൊക്കെ അംശം കൂടിയിട്ടുണ്ടെങ്കിൽ ആ പൊടി ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് ചൂടാറിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാണ്.
ഇത് നമുക്ക് നേരിയ ചൂടുണ്ടെങ്കിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആ ഓയിലിൻ്റെ അംശം വേണമെങ്കിൽ ആ കയ്യിൽ വരുന്നത് കോട്ടൺ തുണി വെച്ച് വേണമെങ്കിൽ തുടച്ച് കളയാം. ഞാൻ തുടച്ച് കളയാറുണ്ട്, എനിക്ക് ഓയിൽ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് കണ്ടോ, നല്ല യമ്മി ലഡു. ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. വാവ്, നല്ല ലഡു അല്ലേ? നിങ്ങൾക്ക് ഈ ലഡു ഇതേ ആ ഓയിലി അല്ലെങ്കിൽ ആ ജ്യൂസി പരുവം വേണം, സോഫ്റ്റ് പരുവം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊരു പാത്രത്തിൽ എടുത്തിട്ട് അടച്ചു വെക്കണം. അതെല്ലാം ഒരു ഇത്തിരിയും കൂടെ ഹാർഡായിട്ടുള്ള ലഡു. ഇത് ഞാനൊരു 4 മണിക്കൂറിന് ശേഷം എടുത്ത ഒരു വീഡിയോ ആണ് കണ്ടോ. അപ്പോഴേക്കും അത് ഉറച്ചിട്ടുണ്ട്, ഓയിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പാനിയൊക്കെ നല്ലോണം വലിച്ചെടുത്ത് നല്ല ഉറച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി യമ്മി ലഡു. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് തന്നെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതിനൊപ്പമുള്ള ബെൽ ബട്ടണോട് അമർത്താൻ മറക്കരുത്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ലഡുവിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു. ഇനി കാണുന്നത് വരെ ബൈ ബൈ.